പരാജയം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരാജയ കാരണങ്ങൾ LDF പരിശോധിക്കും. അതിശക്തമായി മുന്നണി തിരിച്ചുവരും. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം LDF ഉണ്ടാകും. നയമില്ലാത്ത നയപ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. കേന്ദ്രത്തിനെതിരെയുള്ള മൗനം സംശയാസ്പദമാണ്. കേന്ദ്രത്തിന്റെ വിവേചന നിലപാടിനെ പറ്റി ഒരു പരാമർശവുമില്ല. 2021 മുതൽ ചില പ്രതീതികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇടതുപക്ഷം അധികാരത്തിലെത്തിയത് ആഗോളതലത്തിൽ വലതുപക്ഷം ശ്രദ്ധിച്ചു. തുടർഭരണം വലതുപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. തെറ്റായ സമീപനം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ സർക്കാരുകൾ ഇടയ്ക്കിടയ്ക്ക് മാറണമെന്ന ചിന്ത ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. LDFനെ എതിർക്കുന്നതിന്റെ ഭാഗമായി നേതാക്കൾക്കെതിരെ പണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും അത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ LDF പുറകോട്ട് പോയിട്ടില്ല. കളങ്കരഹിതമാണ് പാർട്ടിയുടെ പ്രവർത്തനം. ഏത് കടന്നാക്രമണങ്ങളെയും ഒരുമിച്ച് നേരിടണം. കടുത്ത നടപടികളുമായാണ് കേന്ദ്രം മുന്നോട്ട് വന്നത്. ആ ഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയും നല്ല പിന്തുണ നൽകി. അതിനോട് എല്ലാവരോടും നന്ദിയെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു. അതോടൊപ്പം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ നിലപാട് കടുപ്പിച്ച് CPI. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ നിയമസഭാ കക്ഷിയിലെ മറ്റ് ചുമതലകൾ ഏറ്റെടുക്കില്ലെന്നാണ് നിലപാട്. നിയമസഭാ കക്ഷി ചുമതലകൾ വേണ്ടെന്ന് CPM നേതൃത്വത്തെ അറിയിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കാതെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗത്തിലും CPI പങ്കെടുക്കില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമായതോടെ നിയമസഭാ കക്ഷിയോഗം ചേരാനായിട്ടില്ല. LDF നിയമസഭാ കക്ഷി ഉപനേതാവ് പദവിയിൽ തീരുമാനമായിട്ടില്ലെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. പലപ്പോഴും ആ പദവി ഉണ്ടായിട്ടുണ്ട്. CPMുമായി നിരന്തരം ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നുണ്ട്. എപ്പോൾ ഇതിൽ തീരുമാനമെടുക്കും എന്നത് ഒരു മുഹൂർത്തം തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അതിന് പരിഹാരം ഉണ്ടാകും. അത് പരിഹരിക്കാനുള്ള രാഷ്ട്രീയ വ്യക്തത CPIക്കും CPMനും ഉണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന് പ്രഖ്യാപിക്കുമെന്നതിന് പ്രത്യേക മുഹൂർത്തമൊന്നും കുറിച്ചിട്ടില്ലെന്നും ചർച്ചകളിലൂടെ വിഷയം ഉടൻ പരിഹരിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് ലഭിച്ചേ തീരൂ എന്ന നിലപാടിലാണ് CPI.